Hi all, welcome to today's class. Today we are moving into your general English paper. Here there are 5 units. The first unit is elements of communication. So today we will be discussing the first unit, that is elements of communication. So here first let's look at the introduction of this unit. So here everybody is well aware that the requirement of communication is mandatory in present scenario. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നന്നായി അറിയാം. നമുക്ക് ഒരു പുറമേക്ക് നിന്ന് നോക്കുമ്പോൾ അറ്റ് ദ ഔട്ട്സെറ്റ് കമ്മ്യൂണിക്കേഷൻ റെപ്രസെൻറ്റഡ് ഓൺലി വെൽ കമാൻഡ് ഓവർ ലാംഗ്വേജ്. നമ്മൾ പറയും എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ് ഓവർ ലാംഗ്വേജിലുള്ള നന്നായിട്ട് ഭാഷ അറിയുന്ന ആൾ ആണ് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ എന്നാണ് നമ്മൾ ഒരു നമുക്ക് പുറമേ ഉള്ള ഒരു വിചാരം, അതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ പ്രസൻറ്റ് സിനാരിയോയിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു ബ്രോഡർ മീനിങ് ആയിട്ട് എടുക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഡെവലപ്ഡ് പേഴ്സണാലിറ്റീൻ്റെ ഒരു സിമ്പിളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഡിവിജ്വലും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടൂൾസ് വേണ്ടി റെഡി ആയിരിക്കണം. അത് ഒന്നുകിൽ അവരുടെ പേഴ്സണലായാലും അല്ലെങ്കിൽ വർക്ക് പ്ലേസിലായാലും എവ്രി ഇൻഡിവിജ്വൽ നീഡ്സ് ടു ബി വെൽ എക്വിപ്ഡ് വിത്ത് ദ ടൂൾസ് ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി. അപ്പോൾ ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പേഴ്സൺ ഹൂ ലീവ്സ് പോസിറ്റീവ് ഇംപ്രഷൻ ഓൺ അതേഴ്സ്. മറ്റുള്ളവരിൽ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വ്യക്തി, അവരെയാണ് ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഓൾ, ഇഫ് വൺ സ്പീക്സ് ആൻഡ് ലിസൺസ് വെൽ, ദർ ഈസ് നോ സ്കോപ്പ് ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഒരാൾ നന്നായിട്ട് സംസാരിക്കുകയും നന്നായി കേൾക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നില്ല. അപ്പോൾ പിന്നീട് വാരിയസ് ഡിക്ഷണറീസ് ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്താണ് പറയണതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻക്ലൂഡ് ലിപ്പ് റീഡിംഗ്, ഫിംഗർ സ്പെല്ലിംഗ്, സൈൻ ലാംഗ്വേജ് ഫോർ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് യൂസ് ആൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലിപ്പ് റീഡിംഗ് ഉണ്ട്, ഫിംഗർ സ്പെല്ലിംഗ് ഉണ്ട്, സൈൻ ലാംഗ്വേജ് ഉണ്ട്. ഇത് ഇൻ്റർപേഴ്സണൽ സ്കിൽസിന് വേണ്ടിയിട്ടും ഇൻ്റർപേഴ്സണൽ റിലേഷൻസിന് വേണ്ടിയിട്ടും ഇതെല്ലാം യൂസ് ചെയ്യണം. ഏതൊക്കെ? ലിപ്പ് റീഡിംഗ്, ഫിംഗർ സ്പെല്ലിംഗ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നാണ് പറയുന്നത്. അത് പിന്നെ മാത്രമല്ല അങ്ങനെ പറയുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ ദ എബിലിറ്റി ടു യൂസ് ലാംഗ്വേജ് ആൻഡ് എക്സ്പ്രസ് ഇൻഫർമേഷൻ. റിസെപ്റ്റീവായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള കഴിവ്, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്, ഇതിനെയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നു. പിന്നെ വേറൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ ദ സെറ്റ് ഓഫ് സ്കിൽസ് ദാറ്റ് എനേബിൾസ് എ പേഴ്സൺ ടു കൺവേ ഇൻഫർമേഷൻ സോ ദാറ്റ് ഇറ്റ് ഈസ് റിസീവ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. ഒരാൾക്ക് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് സ്വീകരിക്കാനും പറ്റുന്ന രീതിയിൽ ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്ന സ്കിൽസിനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുക. അത് അണ്ടർസ്റ്റുഡ് ആവും വേണം, അത് നമ്മൾ സ്വീകരിക്കും വേണം. അപ്പോൾ ആദ്യം സ്വീകരിക്കണം ഈ കമ്മ്യൂണിക്കേഷൻസ്, നമ്മൾ ആ ഇൻഫർമേഷൻ സ്വീകരിക്കണം, അത് മാത്രമല്ല അത് മനസ്സിലാക്കും വേണം. അങ്ങനെയുള്ള ആ സ്കിൽസിനെയാണ് എന്ത് പറയുന്നത്, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അവിടെ ഇനി കമ്മ്യൂണിക്കേഷൻ മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് പ്രോസസ്. ഓക്കെ, മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. The word communication is derived from the Latin word communicare, which means the word communication is derived from the Latin word communicare. അതായത് കമ്മ്യൂണിക്കെയർ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡ് ഉണ്ടായത്. അതിൻ്റെ അർത്ഥം എന്താണ്? ലാറ്റിൻ വേർഡ് എന്നാണ് കേട്ടോ. അത് കമ്മ്യൂണിക്കെയർ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പദം എന്നുള്ള വാക്ക് ഉണ്ടായത്. ഈ കമ്മ്യൂണിക്കെയർ എന്ന് പറഞ്ഞാൽ ടു ഷെയർ, അതായത് ഷെയർ ചെയ്യുക. ഇൻഫർമേഷൻ ആവാം, ഐഡിയ ആവാം, നോളേജ് ആവാം, ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. സെൻഡർ പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ഈ നോളേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്, അത് കൊടുക്കുന്ന ആളാണ് സെൻഡർ. റിസീവർ പറഞ്ഞാലോ അത് സ്വീകരിക്കുന്ന ആൾ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ, ഈ ഇൻഫർമേഷൻ, ഐഡിയ, നോളേജ് ഷെയർ ചെയ്യുന്നത് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. ഈ വേർഡ് ഇതാണ് കമ്മ്യൂണിക്കെയർ എന്നുള്ള മീനിങ്ങിൻ്റെ അർത്ഥം. അപ്പോൾ കമ്മ്യൂണിക്കെയർ എന്ന് പറഞ്ഞാൽ
ടു ഷെയർ ഇൻഫർമേഷൻ, ഐഡിയ ആൻഡ് നോളേജ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. സെൻഡറും റിസീവറും തമ്മിൽ എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യാണ്. ഇൻഫർമേഷൻ, ഐഡിയ, നോളേജ്. ഇൻഫർമേഷൻ ആവാം, ഐഡിയാസ് ആവാം, നോളേജ് ആവാം. ഇതെല്ലാം ഷെയർ ചെയ്യുക, ഒരു പങ്കുവയ്ക്കുക. ഇതിനെയാണ് കമ്മ്യൂണിക്കേറ്റ് എന്നുള്ള പദം അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു, കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കേറ്റ് വിച്ച് മീൻസ് ഷെയർ ഇൻഫർമേഷൻ, ഐഡിയ ആൻഡ് നോളേജ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് മിയർലി എ ട്രാൻസ്മിഷൻ ഓഫ് മീനിങ് ഫ്രം വൺ ഏജൻറ്റ് ടു അനദർ ത്രൂ സൗണ്ട് ഓർ സിമ്പിൾസ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്മിഷൻ ഓഫ് മീനിങ് മാത്രമല്ല. ഒരു ഏജൻറ്റിൽ നിന്ന് ഒരു ഏജൻറ്റിക്ക് സൗണ്ടായിട്ടോ അല്ലെങ്കിൽ സിമ്പിളായിട്ടോ, സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആംഗ്യ ഭാഷയിലൂടെയോ അല്ലെങ്കിൽ എഴുത്ത് ഭാഷയിലൂടെയോ ഇങ്ങനെയൊന്നും ഉള്ള ഒരു ട്രാൻസ്മിഷൻ ഓഫ് മീനിങ് മാത്രമല്ല എന്ത് കമ്മ്യൂണിക്കേഷൻ. Communication plays a major roles in employer-employee relationships on farms. കമ്പനികളിലൊക്കെ ഈ എംപ്ലോയർ റിലേഷൻഷിപ്സിനൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇറ്റ് പ്ലേസ് എ മേജർ റോൾ. ഇറ്റ് ഓൾസോ അഫക്ട്സ് ദ റിലേഷൻഷിപ്പ് എമംഗ് ഫാമിലി മെമ്പേഴ്സ്. ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലായിക്കോട്ടെ ഈ കമ്മ്യൂണിക്കേഷൻ അഫക്റ്റ് ചെയ്യും, റിലേഷൻഷിപ്സിനെ അഫക്റ്റ് ചെയ്യും. Although effective communication does not guarantee success, its absence usually assures problem. അപ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എംപ്ലോയീസ് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലുള്ളൊരു കമ്പനി, ആ കമ്പനി വളരെ സക്സസ് ആവണം നിർബന്ധമൊന്നുമില്ല. ബട്ട് അത് ഇല്ലെങ്കിൽ എന്തായാലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് ഡസ് നോട്ട് ഗ്യാരണ്ടി 100% സക്സസ്. ഇത് നമുക്ക് നന്നായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു കമ്പനിയിൽ 100% സക്സസ് ആവും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഷുവർ ദാറ്റ് ഇറ്റ്സ് ആബ്സെൻസ് ക്രിയേറ്റ് പ്രോബ്ലംസ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അങ്ങനെ അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്ലുവൻസസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്, മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്, പ്രൊവൈഡിംഗ് ഡെയിലി ഇൻസ്ട്രക്ഷൻ, പെർഫോമൻസ് ഇവാലുവേഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ഡിസിപ്ലിൻ പ്രോബ്ലംസ്. ദീസ് ആർ ഒബ്വിയസ് റോൾസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എവിടെയെല്ലാം പങ്ക് വഹിക്കുന്നു? അതിൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്, എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത്, അവരുടെ ട്രെയിനിങ്ങിലെ മോട്ടിവേഷൻ മാത്രമല്ല ഡെയിലി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു, അവരുടെ ഡിസിപ്ലിൻ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്നു. ഇവിടെ എല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം നമുക്ക് കാണാം. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് മീനിങ് ഇൻട്രാക്ഷൻ എമംഗ് ഹ്യൂമൻ ബീയിങ്സ്. മീനിങ് ഇൻട്രാക്ഷൻ മനുഷ്യരുടെ ഇടയിലുള്ള മീനിങ് ഇൻട്രാക്ഷനെയാണ് എന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഡെഫിനേഷൻ ചെയ്തുകൊണ്ട് ഡി മാക്ഫർലാൻഡ്. മോർ സ്പെസിഫിക്കലി കുറച്ചും കൂടി സ്പെസിഫിക്കായി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മീനിങ്സ് ആർ പെർസീവ്ഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്സ് ആർ റീച്ച്ഡ് എമംഗ് ഹ്യൂമൻ ബീയിങ്സ്. മീനിങ്സ് പെർസീവ് ചെയ്തും അണ്ടർസ്റ്റാൻഡിങ്സ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇടയിൽ എത്തിക്കുന്ന പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഡി മാക്ഫർലാൻഡ് പറയുന്നുണ്ട്. കുറച്ചും കൂടി സ്പെസിഫിക്കായി പറയുമ്പോൾ ആദ്യം പറഞ്ഞു ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മീനിങ് ഇൻട്രാക്ഷൻ എമംഗ് ഹ്യൂമൻ ബീയിങ്സ്. പിന്നെ കുറച്ചും കൂടി സ്പെസിഫിക്കായി പറയുകയാണെങ്കിൽ മീനിങ്സ് പെർസീവ് ചെയ്യുക ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്സ് ആർ റീച്ച്ഡ് എമംഗ് മീനിങ്സ് പെർസീവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? മനസ്സിലാക്കുകയാണ്, ഹ്യൂമൻ ബീങ്സിനെ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ്സ് അവിടെ എത്തുകയാണ്, ഹ്യൂമൻ ബീങ്സിൻ്റെ ഇടയിൽ എത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? യെസ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ. വേർ ദ അമേരിക്കൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് എനി ബിഹേവിയർ ദാറ്റ് റിസൾട്ട്സ് ഇൻ ആൻ എക്സ്ചേഞ്ച് ഓഫ് മീനിങ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഏതൊരു ബിഹേവിയറും കമ്മ്യൂണിക്കേഷൻ ആണെന്നാണ് അമേരിക്കൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഫാക്റ്റ്, ഐഡിയ, ഒപ്പീനിയൻ ഓർ ഇമോഷൻസ് ബൈ ടു ഓർ അതേഴ്സ്. അതായത് രണ്ടിൽ കൂടുതൽ ആളുകളോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ ആളുകൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഫാക്റ്റ്, ഐഡിയ ആവാം, ഒപ്പീനിയൻസ് ആവാം, ഇമോഷൻസ് ആവാം. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതെന്ന് ജോർജ് ടെറി പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ്, ഇമ്പോർട്ടൻസ്, പ്രോസസ്സാണ് ഇതിൽ നോക്കുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻസ്.
ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഒരു സക്സസ്സിലേക്കുള്ള ഒരു കീ ആണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ദ റീസൺ ഈസ് ദാറ്റ് ഇറ്റ് ഡിനോട്ട്സ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ എംപ്ലോയി. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു എംപ്ലോയിയുടെ പേഴ്സണാലിറ്റി എന്നുള്ളത് ഈ കമ്മ്യൂണിക്കേഷനെ ആശ്രയിച്ചിരിക്കുന്നു. Employee denotes the status of an organization, and the reputation of an organization is based on proper, clear and concise communication. അപ്പോൾ എംപ്ലോയി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ സ്റ്റാറ്റസ് ആണ്, അയാളുടെ റെപ്യൂട്ടേഷനാണ്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ ടു സക്സസ്സിലേക്കുള്ള ഒരു കീ ആണ് കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ കാരണം അത് എംപ്ലോയിയുടെ പേഴ്സണാലിറ്റീനെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം ഒരു എംപ്ലോയിയാണ് ഒരു ഓർഗനൈസേഷൻ്റെ സ്റ്റാറ്റസ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ ആശ്രയിച്ചിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി എംപ്ലോയി എനേബിൾസ് ദ റെപ്യൂട്ടേഷൻ. അപ്പോൾ അവിടെ എംപ്ലോയി തീരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത എംപ്ലോയീസ് ആണെങ്കിലോ അത് ഈ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഒരു മെയിൻ ഫാക്ടറാണ് എംപ്ലോയി സെലക്ഷൻ അറ്റ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂവിലൊക്കെ കമ്മ്യൂണിക്കേഷന് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളെയാണ് ഇൻ്റർവ്യൂവിലൊക്കെ സെലക്ട് ചെയ്യുന്നത്. കാരണം അവിടെ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് എഫക്റ്റ് ദ റെപ്യൂട്ടേഷൻ ഓഫ് an organization. Okay, in the same manner, workplace communication is very important to companies because it allows companies to be productive and operate effectively. മാത്രമല്ല വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് കമ്പനികളെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ടും നന്നായിട്ടും ഇഫക്റ്റീവായിട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. Employees can experience an increase in moral productivity and commitment if they are able to communicate properly in an organization. ഒരു ഓർഗനൈസേഷൻ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ എംപ്ലോയീസിന് എന്ത് ചെയ്യും? നന്നായി പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ കഴിയും, നല്ല കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. Good communication is an essential tool in achieving productivity and maintaining strong working relationship at all levels of an organization. Employers who invest time and energy into delivering clear lines of communication will rapidly build up levels of trust among employees. ഇതെല്ലാതാണ് പറയുന്നത് എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യകതയെക്കുറിച്ച്. അതായത് അവരുടെ ടൈമും എനർജിയും എല്ലാം നല്ല കമ്മ്യൂണിക്കേഷനിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് ടൈമും എനർജിയും എല്ലാം നന്നായി ഇൻവെസ്റ്റ് ചെയ്യുന്ന എംപ്ലോയേഴ്സ് കേട്ടോ, അതായത് ജോലിൻ്റെ കൊടുക്കുന്ന ആളുകൾ, ആ കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ അവരുടെ ടൈമും എനർജിയും എല്ലാം നല്ല കമ്മ്യൂണിക്കേഷൻ ത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എംപ്ലോയീസിൻ്റെ ഇടയിൽ ഭയങ്കര ട്രസ്റ്റ് ഉണ്ടാക്കും, വിശ്വാസം നേടിയെടുക്കാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ അത് പ്രൊഡക്ടിവിറ്റി കൂട്ടും, ഔട്ട്പുട്ട് കൂട്ടും. അങ്ങനെ പുവർ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലോ ഇറ്റ് വിൽ ഇന്നെവിറ്റബിളി ലീഡ് ടു അൺമോട്ടിവേറ്റഡ് സ്റ്റാഫ്. അതായത് സ്റ്റാഫ്സ് എല്ലാം വളരെ അൺമോട്ടിവേറ്റഡ് ആവും. ദാറ്റ് മേ ബിഗിൻ ടു ക്വസ്റ്റ്യൻ ദെയർ ഓൺ കോൺഫിഡൻസ് ഇൻ ദെയർ എബിലിറ്റീസ് ആൻഡ് ഇന്നെവിറ്റബിളി ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ അവരുടെ കഴിവുകളിൽ തന്നെ അവർക്ക് കോൺഫിഡൻസ് കുറയും, അവർ ഡീമോട്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ അത് ഓർഗനൈസേഷനും കാര്യമായി ബാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ നിർത്തി ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എസെൻഷ്യൽ ടൂളാണ് എന്ന് പറഞ്ഞു അല്ലേ, ഇൻ അച്ചീവിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് മെയിനിങ് സ്ട്രോങ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ഇൻ ഓൾ ലെവൽസ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവൽസിലും ഈ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഒരു ആവശ്യമായ ടൂളാണ്. There are various objectives of communication. ഈ കമ്മ്യൂണിക്കേഷൻ്റെ വാരിയസ് ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബിറ്റ്വീൻ 2 or more people. It should include both transparency and understanding of meaning. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ട്രാൻസ്പെറൻസും ആണ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഈ ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റും ചെയ്യുന്നുണ്ട്,
അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ്, ട്രാൻസ്ഫറൻസ് നടക്കുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മീനിങ് ഉണ്ട്. ഇതിനെയാണല്ലോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് സോഷ്യൽ ആസ് വെൽ ആസ് കോർപ്പറേറ്റ് വേൾഡ്. അപ്പോൾ നമ്മൾ സോഷ്യൽ ലൈഫിൻ്റെ ആയാലും കോർപ്പറേറ്റ് വേൾഡിൻ്റെ ആയാലും ലൈഫ് ബ്ലഡാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. വി എക്സിസ്റ്റ് ബിക്കോസ് വി കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും. കാരണം വി ആർ സോഷ്യൽ ബീങ്സ് അല്ലേ, നമ്മളൊക്കെ സോഷ്യൽ ബീങ്സ് ആണ്. അതുകൊണ്ട് തന്നെ വി കാൺട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഇറ്റ് വിൽ അഫക്റ്റ് അവർ മൈൻഡ്. ഓക്കെ, but let us try to understand the concept fully so that we can use it effectively. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് നന്നായി അറിയണം. അതുകൊണ്ട് നമുക്കതിനെ കൂടുതൽ നന്നായി യൂസ് ചെയ്യാൻ വേണ്ടി ഇറ്റ് ഈസ് അൻ എസെൻഷ്യൽ കണ്ടീഷൻ ഓഫ് അവർ എക്സിസ്റ്റൻസ്. നമ്മളെ ഇപ്പോഴത്തെ എക്സിസ്റ്റൻസ്, നമ്മളെ ആ നിലനിൽപ്പിൻ്റെ ഒരു കണ്ടീഷനാണ് ഈ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി ഫോർ അസ്. അപ്പോൾ അത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റിയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ്. അപ്പോൾ നമുക്കറിയാം, സെൻഡ് ചെയ്യുക, മെസ്സേജ് റിസീവ് ചെയ്യുക, അങ്ങനെയുള്ള ആ പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. However, it is said to be effective only when the message is understood and when it stimulates action or encourages the receiver to think in new ways. പക്ഷേ ഇത് എപ്പോഴാണ് ഇഫക്റ്റീവ് ആവുക? ഈ സെൻഡ് ചെയ്യുക, മെസ്സേജ് റിസീവ് ചെയ്യുക. അപ്പോൾ അത് മാത്രമായാൽ ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുമോ? അല്ല, പറ്റില്ല. അത് എന്ത് ചെയ്യണം? ഈ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ആക്ഷൻ ഓർ എൻകറേജസ് ദ റിസീവർ ടു തിങ്ക് ഇൻ ന്യൂ വേസ്. ഇത് കേൾക്കുന്ന ഈ മെസ്സേജ് സ്വീകരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കണം. ഈ മെസ്സേജ് മനസ്സിലാക്കിയിട്ട് അവർ അതെന്തിനെങ്കിലും ഒരു ആക്ഷൻ, അല്ലെങ്കിൽ അത് എൻകറേജ് ചെയ്യണം. അയാൾ വേറൊരു വഴിയിൽ ചിന്തിക്കാൻ അയാളെ എൻകറേജ് ചെയ്യണം. അതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഒരു 4 അല്ല, ഏകദേശം കുറേയുണ്ട്, 13 ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഓരോന്ന്. അപ്പോൾ വെറുതെ ഒരു സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജ് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഈ മെസ്സേജ് സ്വീകരിച്ചിട്ട് അത് അണ്ടർസ്റ്റുഡായിട്ട് അതിന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് വേണം. അല്ലെങ്കിൽ റിസീവറെ എൻകറേജ് ചെയ്യണം ടു തിങ്ക് ഇൻ ന്യൂ വേസ്. അവിടെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 13 പറഞ്ഞു. ഒന്ന്, സ്ട്രോങ്ങർ ഡിസിഷൻ മേക്കിംഗ്. അതായത് നന്നായി പെട്ടെന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയും. അതാണ് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു റോള്. ഇറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് നമുക്ക് യുവർ എബിലിറ്റി ടു ഇഫക്റ്റീവ്ലി communicate effectively increases productivity of both yours and your organization, and your right decisions are the main factors for the success of an organization. അപ്പോൾ നമുക്ക് സ്ട്രോങ്ങർ ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ കിട്ടും വിത്ത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒബ്ജക്റ്റീവാണ് ഈ സ്ട്രോങ്ങർ ഡിസിഷൻ മേക്കിംഗ്. അതിനുള്ള ഡിസിഷൻ പെട്ടെന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, അത് ഒരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. നമ്മളെല്ലാം പറഞ്ഞല്ലോ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. നിങ്ങൾക്ക് ഒരാൾക്ക് നല്ല ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് പ്രോബ്ലംസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, ഡിസിഷൻ എടുക്കാൻ പറ്റും, മറ്റുള്ളവരെ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് റിലേഷൻഷിപ്പ്, അതായത് റിലേഷൻഷിപ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ആൻഡ് പ്രൊമോട്ട് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാനും എല്ലാനും കഴിയും. പിന്നെ സ്റ്റേഡിയർ വർക്ക് ഫ്ലോ, അതായത് പ്രോപ്പർ ഫ്ലോ ഈസ് പോസിബിൾ ഓൺലി വിത്ത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ആക്ട്സ് ആസ് എ ടൂൾ ഫോർ ദ ഇഫക്റ്റീവ് വർക്ക് റിലേറ്റഡ് ഫ്ലോ. ഈ ഒരു വർക്ക് റിലേറ്റഡ് ഫ്ലോ, വർക്കിനൊന്നും പ്രത്യേകിച്ച് ഒരു തടസ്സം വരാതെ പ്രോപ്പർ ഫ്ലോയിൽ നടത്താൻ കഴിയും നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ. സ്ട്രോങ് ബിസിനസ് റിലേഷൻഷിപ്സ് ആൻഡ് എൻഹാൻസ് പ്രൊഫഷണൽ ഇമേജ്. ഒരു നല്ല ഒരു കോർപ്പറേറ്റ് റിലേഷൻ ഉണ്ടെങ്കിൽ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ എൻവയോൺമെൻറ്റ്
പ്രാധാന്യമാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സ്, കോവർക്കേഴ്സ് അവരെല്ലാം വിത്ത് യുവർ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് യു ക്യാൻ ഇംപ്രസ്, ആൻഡ് യുവർ കമ്പനീസ് എക്സലൻറ്റ് കമ്മ്യൂണിക്കേറ്റീവ് എൻവയോൺമെൻറ്റ് ക്യാൻ ഇംപ്രസ് ടു ദോസ് ഹൂ ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. Without effective communication, people misunderstand each other and misinterpret information. ഇപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കാനും ഇൻഫർമേഷൻ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു നല്ല സ്ട്രോങ് ബിസിനസ് റിലേഷൻഷിപ്സ് എല്ലാം കൊണ്ട് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ എൻവയോൺമെൻറ്റ് നിർബന്ധമാണ്. ഓക്കെ. ക്ലിയറർ പ്രൊമോഷണൽ മെറ്റീരിയൽ. Your organization need for effective reach of company name and public promotions are based on effective promotional materials such as advertisement, billboard, online ad, posters, etc. are all communicated for effective message delivery and meaning. അപ്പോൾ അത് ഒന്നുമില്ല, ഓർഗനൈസേഷനെല്ലാം എന്ത് വേണ്ടി വരും? നിങ്ങളുടെ കമ്പനി നെയിമും പബ്ലിക് പ്രൊമോഷൻസും എല്ലാം നല്ലൊരു ഇഫക്റ്റീവ് പ്രൊമോഷണൽ മെറ്റീരിയൽ ഉണ്ടെങ്കിലാണ് നടക്കുള്ളൂ. അതായത് അതും ഒരുതരം കമ്മ്യൂണിക്കേഷനാണ്. അഡ്വർടൈസ്മെൻറ്റ്, ബിൽ ബോർഡ്, ഓൺലൈൻ ആഡ്, പോസ്റ്റേഴ്സ്, ഇതെല്ലാം നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ കുറിച്ച് ആളുകളെ അറിയിക്കാൻ ഈ പ്രൊമോഷണൽ മെറ്റീരിയൽസായ ഇതെല്ലാം യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. Then giving advice is based on individual oriented and work oriented. Advice should not give to the person for pinpointing his mistakes, and rather it should be helpful for his improvement. അപ്പോൾ നല്ല അഡ്വൈസ്, ഇഫക്റ്റീവ് അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ അത് മിസ്റ്റേക്ക് പിൻ പോയിൻ്റ് ചെയ്തുകൊണ്ടാവരുത്, അത് അവരുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ടു-വേ പ്രോസസ് ഇഫ് ദ സബോർഡിനേറ്റ് സ്റ്റാഫ് ഗിവൺ ഫ്രീഡം. പ്രൊവൈഡ് ഓർഡർ. Order is an authoritative communication pattern and is directive to somebody, always a subordinate to do something. പറഞ്ഞാൽ ഓർഡർ പ്രൊവൈഡ് ചെയ്യുക, അതൊരു താഴേക്കുള്ള ആൾക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ആയിരിക്കും. ഒന്നുകിൽ റിട്ടേൺ ഓർഡർ ആവാം, ഓറൽ ആവാം, ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഓർഡർ ആവാം, പ്രൊസീജിയറൽ ആവാം, ഓപ്പറേഷണൽ ആവാം. ഇതെല്ലാം അങ്ങനെ ഒരു ഓർഡർ ഇറക്കുമ്പോഴും ആ ഓർഡർ ഷുഡ് ബി ക്ലിയർ ആൻഡ് കംപ്ലീറ്റ്. ഓർഡർ ഇങ്ങനെയുള്ളതാവണം. ഓർഡർ ഷുഡ് ബി ക്ലിയർ ആൻഡ് കംപ്ലീറ്റ്. അങ്ങനെയെങ്കിൽ മാത്രമാണ് അതിൻ്റെ എക്സിക്യൂഷൻ സാധ്യമാവുള്ളൂ. അപ്പോൾ പ്രൊവൈഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥാക്കുന്നത് ഈ ഓർഡർ കൊടുക്കുകയാണെങ്കിലും ആ ഓർഡർ ക്ലിയർ ആവണം, അവിടെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് എക്സിക്യൂഷൻ വിൽ ബി പോസിബിൾ, അത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. സജഷൻ ഈസ് സപ്പോസ് ടു ബി വെരി മൈൽഡ് ആൻഡ് സട്ടിൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. സജഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോമാണ്, കമ്മ്യൂണിക്കേഷൻ്റെ ഫോമാണ്, പക്ഷേ അത് വെരി മൈൽഡ് ഫോമാണ്. സജഷൻസ് ആർ വെൽക്കം ഫോർ ഇറ്റ് ഈസ് നോട്ട് ഒബ്ലിഗേറ്ററി ടു ആക്സെപ്റ്റ് ദം. അപ്പോൾ സജഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇറ്റ് ക്യാൻ ബി വോളണ്ടറി ആൻഡ് അനോണിമസ് ആൻഡ് സബ്മിറ്റഡ് ത്രൂ സജഷൻ ബോക്സ്. നമുക്ക് സജഷൻ ബോക്സിലൂടെ സബ്മിറ്റ് ചെയ്യാം അല്ലേ. വോളണ്ടറിയാണ്, അത് അനോണിമസ് ആണ്. പെർസ്യൂഷൻ പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, മറ്റുള്ള ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ചെയ്യുക, ഫീലിങ്സ്, ബിലീഫ്സ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ ദീസ് ആറ്റിറ്റ്യൂഡ്സ്, ഫീലിങ്സ് ഓർ ബിലീഫ്സ്. Persuasion can be done to others if you are convinced. You do not impose, you are not rigid or prepared to meet halfway, and you can look at the situation from the other person's angle also. പെർസ്യൂഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ്സ്, ഫീലിങ്സ്, ബിലീഫ്സ്, അതിനെ എല്ലാം ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ ദീസ് ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ് ഓർ ഫീലിങ്സ് എക്സെട്ര. പെർസ്യൂഷൻ ക്യാൻ ബി ഡൺ ടു അതേഴ്സ് ഇഫ് യു ആർ കൺവിൻസ്ഡ്. You do not impose, you are not rigid or prepared to meet halfway, and you can look at the situation from other person's angle also. പെർസ്യൂഷൻ. അപ്പം അതൊരു ഒബ്ജക്റ്റീവാണ്. പിന്നെ ഉള്ളത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കോൺഷ്യസ് പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. അത് ടീച്ചിങ് ഉണ്ട്, ലേണിംഗ് ഉണ്ട്. അതിൽ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ടു ദെയർ എംപ്ലോയീസ് ഇൻ ദ ഫോം ഓഫ് ട്രെയിനിങ്. എഡ്യൂക്കേഷൻ ഈസ് ഗിവൺ ഫോർ മാനേജ്മെൻറ്റ്, എംപ്ലോയീസ് ആൻഡ് ഔട്ട്സൈഡ് പബ്ലിക്.
എല്ലാവർക്കും വേണ്ടി, മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, എംപ്ലോയീസിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ട്രെയിനിങ്ങിൽ വഴിയാണല്ലോ ടീച്ചേഴ്സിനെ നിയമിക്കുന്നത്. അപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ അത് കൊടുത്തിട്ടാണ് വരുന്നത്. പിന്നെ ആണ് ക്ലാസ് റൂം എഡ്യൂക്കേഷൻ വരുന്നത്. വാർണിംഗ്: if the employee is not abide by the norms of organization, warning it is a power communication tool and can be general and specific. Specific warning should be administered in private and after thorough investigation. The aim of the warning should be the organization betterment. അപ്പം ഈ എംപ്ലോയീസ് നോംസ് ഓഫ് ഓർഗനൈസേഷൻ്റെ റൂൾസ് ഒന്നും അനുസരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? വാർണിംഗ് കൊടുക്കാം. അതൊരു നല്ല കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. അത് ജനറലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മോർ സ്പെസിഫിക് ആയിട്ടും കൊടുക്കാം. സ്പെസിഫിക് വാർണിംഗ് ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈവറ്റ് ആൻഡ് ആഫ്റ്റർ തറോ ഇൻവെസ്റ്റിഗേഷൻ. സ്പെസിഫിക്കായി കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇൻഡിവിജ്വലായിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി പ്രൈവറ്റായിട്ട് ചെയ്യണം. അതുമാത്രമല്ല നല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ദ എയിം ഓഫ് ദ വാർണിംഗ് ഷുഡ് ബി ഓർഗനൈസേഷൻ ബെറ്റർമെൻറ്റ്. ഓർഗനൈസേഷൻ്റെ ബെറ്റർമെൻറ്റിനാവണം ഈ വാർണിങ്ങിൻ്റെ എയിം. പിന്നെ റേസിങ് മോറൽ ആൻഡ് മോട്ടിവേഷൻ, അതായത് മെൻ്റൽ ഹെൽത്ത്, പിന്നെ ലൈക്ക് അതായത് കുറേ ക്വാളിറ്റീസ്. മെൻ്റൽ ഹെൽത്ത് പറഞ്ഞാൽ നമുക്ക് കുറേ മൈൻഡിൽ ഉണ്ടാവേണ്ട കുറേ ക്വാളിറ്റീസ്: കറേജ്, റെസൊല്യൂഷൻ, കോൺഫിഡൻസ്, ഇതെല്ലാം കൂടി ചേർന്നാണ് മോറൽ. അപ്പോൾ ഈ ഹൈ മോറൽ ആൻഡ് ഇഫക്റ്റീവ് പെർഫോമൻസ് ഇതെല്ലാം റൈസ് ചെയ്യാണ്. കറേജ് ഉണ്ട്, റെസൊല്യൂഷൻ, കോൺഫിഡൻസ്, ഇതെല്ലാം കൂടുകയാണ്. ഈ ഹൈ മോറൽ ആൻഡ് ഇഫക്റ്റീവ് പെർഫോമൻസ് ഗോ ഹാൻഡ് ടു ഹാൻഡ്. മോട്ടിവേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് അക്കൗണ്ട്സ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റി, direction and persistence of effort towards attaining goal. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ മോറൽസ് ഒക്കെ കൂടുകയാണെന്ന് പറഞ്ഞല്ലോ നമ്മൾ. മോറൽസ്, ഈ കമ്മ്യൂണിക്കേഷൻ നന്നായി നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഈ മോറൽസ് എല്ലാം, മെൻ്റൽ ഹെൽത്ത് കൂടുന്നു. ഈ മെൻ്റൽ ഹെൽത്ത് കൂടുമ്പോൾ ഇഫക്റ്റീവ് പെർഫോമൻസും നന്നായി കൂടും. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഇഫക്റ്റീവ് പെർഫോമൻസ് ഗോ ഹാൻഡ് ടു ഹാൻഡ്. അപ്പോൾ ഇവിടെ റേസിങ് മോറൽ ആൻഡ് മോട്ടിവേഷൻ അതൊരു ഒബ്ജക്റ്റീവായി തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. ടു ഗീവ് ആൻഡ് റിസീവ് ഇൻഫർമേഷൻ. അപ്പം മെയിൻ ഐഡിയ എന്ന് പറയുന്നതാണ് അവസാനം തന്നിരിക്കുക, ടു ഗീവ് ആൻഡ് റിസീവ് ഇൻഫർമേഷൻ. അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ഐഡിയ എന്ന് തന്നെ. ബിക്കോസ് മാനേജേഴ്സ് നീഡ് കംപ്ലീറ്റ്, അക്യുറേറ്റ് ആൻഡ് പ്രിസൈസ് ഇൻഫർമേഷൻ ടു പ്ലാൻ ആൻഡ് ഓർഗനൈസ്. എംപ്ലോയി നീഡ് ടു translate planning into reality. Information will cover all aspects of the business. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഗീവ് ആൻഡ് റിസീവ് ഇൻഫർമേഷൻ. ബിക്കോസ് മാനേജേഴ്സ് നീഡ് കംപ്ലീറ്റ്, അക്യുറേറ്റ് ആൻഡ് പ്രിസൈസ് ഇൻഫർമേഷൻ ടു പ്ലാൻ ആൻഡ് ഓർഗനൈസ്. എംപ്ലോയി നീഡ് ടു ട്രാൻസ്ലേറ്റ് പ്ലാനിങ് ഇൻ ടു റിയാലിറ്റി. ഇനി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് ആൻ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഷെയറിങ് ഇൻഫർമേഷൻ വിത്ത് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ഏതാ? ഷെയറിങ് ഇൻഫർമേഷൻ വിത്ത് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഷെയറിങ് ഇൻഫർമേഷൻ വിത്ത് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, സോ ഫോർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എ പ്രോസസ് ഈസ് റിക്വയർഡ് ബൈ വിച്ച് ഇൻഫർമേഷൻ ക്യാൻ ബി ഷെയർഡ് എമംഗ് ദ പീപ്പിൾ. അപ്പോൾ ആ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഒരു ബെറ്റർ ഒരു പ്രോസസ്സ് നടക്കണം. എന്നാലല്ലേ അവിടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് എ പ്രോസസ് ഈസ് അഡോപ്റ്റഡ് ഫോർ പെർഫോമിങ് ദിസ് ടാസ്ക് ദാറ്റ് ഈസ് കോൾഡ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഒരു പ്രോസസ്സ് അവിടെ നടക്കണം. ആ പ്രോസസ്സിനെയാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട്സ് ഫ്രം സെൻഡർ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻഡറിൽ നിന്നാണ്. സെൻഡർ പറഞ്ഞാൽ മെസ്സേജ് കൊടുക്കുന്ന ആൾ. പിന്നെ അവിടെ ഒരു മീഡിയം ഉണ്ട്, ഏതിലൂടെയാണ് അവർ കൊടുക്കുന്നത്, അങ്ങനെ അതാണെങ്കിൽ അതിനെ എന്ത് പറയുക? മീഡിയം. പിന്നെ റിസീവർ ആൻഡ് ലാസ്റ്റ് വിത്ത് ദ റെസ്പോൺസ് ഓഫ് ഫീഡ്ബാക്ക് ബൈ റിസീവർ. പിന്നെ അത് കഴിഞ്ഞിട്ട്
ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ്, അതായത് അവിടെ നമ്മൾ സെൻഡറിൻ്റെ കൊടുത്തു, മെസ്സേജ് കൊടുത്തു, മീഡിയത്തിൽ കൊടുത്തു, റിസീവർ. ആ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക്, റെസ്പോൺസ് ഓഫ് ഫീഡ്ബാക്ക് ബൈ റിസീവർ ഫോർ ഷെയറിങ് ഇൻഫർമേഷൻ ടു. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 പാർട്ടി വേണം. ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെങ്കിൽ 2 പാർട്ടി വേണം. ഒന്ന് സെൻഡർ ആൻഡ് ദ റിസീവർ, വിത്തൗട്ട് ഹൂം കമ്മ്യൂണിക്കേഷൻ വിച്ച് ഈസ് ആൻ ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സ്. കാരണം ഒരു സെൻഡർ വേണം, പിന്നെ ഒരു റിസീവർ വേണം. വിച്ച് ഈസ് ആൻ cannot take place. At the outset, the sender prepares a message or encodes a message based on his idea that he wants to share with the receiver. അപ്പോൾ ആദ്യം സെൻഡർ എന്ത് ചെയ്യണം? ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ സെൻഡർ ഒരു മെസ്സേജ് എൻകോഡ് ചെയ്യണം. സെൻഡർക്ക് അറിയണ കാര്യമാണെങ്കിലല്ലേ സെൻഡർ അത് എന്ത് ചെയ്യുക, അത് ആ പ്രോസസ്സ് കൊടുക്കുക, അല്ല ആ മെസ്സേജ് കൊടുക്കുക. അപ്പോൾ ഈ സെൻഡർ ഒരു മെസ്സേജ് എൻകോഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണം ബേസ്ഡ് ഓൺ ഹിസ് ഐഡിയ ദാറ്റ് ഹി വാണ്ട്സ് ടു ഷെയർ വിത്ത് ദ റിസീവർ. എന്ത് ഐഡിയ ആണോ അയാൾ റിസീവറുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഐഡിയ അയാൾ എൻകോഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഐഡിയ അയാൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്നിട്ട് ലേറ്റർ മെസ്സേജ് ട്രാവൽ ആൻഡ് റിസീവർ റിസീവ്സ് ദാറ്റ് മെസ്സേജ് and interprets or decodes that message and send back to the sender as in the form of feedback. അപ്പോൾ എന്നിട്ട് നമ്മൾ പറഞ്ഞു, ആദ്യം സെൻഡർ എന്ത് ചെയ്യും, ഒരു മെസ്സേജ് എൻകോഡ് ചെയ്തിട്ട് ഈ മെസ്സേജ് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്ത് റിസീവർക്ക് എത്തുന്നു. റിസീവർ ഇത് വായിക്കുന്നു, എന്നിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡീകോഡ്സ് ദാറ്റ് മെസ്സേജ്. ആ മെസ്സേജ് ഡീകോഡ് ചെയ്യുക, ഡീകോഡ്സ് ദ മെസ്സേജ് ആൻഡ് സെൻഡ് ബാക്ക് ടു ദ സെൻഡർ ഇൻ ദ ഫോം ഓഫ് ഫീഡ്ബാക്ക്. അതൊരു ഫീഡ്ബാക്കായിട്ട്, അയാൾ വായിച്ചതിൻ്റെ ഒരു ഫീഡ്ബാക്കായിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, അത് ആർക്ക് അയക്കുന്നു, സെൻഡർക്ക് അയക്കുന്നു. അതാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ഡയഗ്രാം വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആ ഒരു ഡയഗ്രമാണ് ഈ കാണിക്കുന്നത്. ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങുകയാണ്. സെൻഡർ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് ആരോ എങ്ങോട്ടാണ് പോകണം, എൻകോഡ് ചെയ്യുന്നു. സെൻഡർ തന്നെ അത് എൻകോഡ് ചെയ്യുന്നു. എൻകോഡ് ചെയ്തിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ ട്രാൻസ്മിഷൻ മെത്തേഡ് ഓറൽ അല്ലെങ്കിൽ റിട്ടേൺ വഴി, അതിൻ്റെ മീഡിയമാണ്. ആ മീഡിയത്തിലൂടെ പോയി അത് റിസീവർക്ക് എത്തുന്നു. റിസീവർ അത് ഡീകോഡ് ചെയ്യുന്നു, എന്നിട്ട് ആക്ഷൻ സ്വീകരിക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഫീഡ്ബാക്ക് അയച്ചു കൊടുക്കും. അതായത് ഫീഡ്ബാക്കായിട്ട് സെൻഡർക്ക് അയച്ചു കൊടുക്കും. ഇനി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ്. നടക്കുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് വരും. ഇതിനെയാണ് ബാരിയേഴ്സ് എന്ന് പറയുക. അതായത് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മെനി റെസ്ട്രിക്ഷൻസ് അപ്പിയേഴ്സ്. ദേ ആർ കോൾഡ് ബാരിയേഴ്സ്. പ്രോബ്ലംസ് വിത്ത് എനി വൺ ഓഫ് ദ കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽ ക്യാൻ ബിക്കം ദ കോസ് ഓഫ് ബാരിയർ. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ കമ്പോണൻസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെന്താവാം, അത് ബാരിയർ ആവാം. ദീസ് ബാരിയേഴ്സ് സജസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ബാരിയേഴ്സ് നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്, അത് നമ്മളെ ഇംപ്രൂവ് ചെയ്യാനാണ്, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാരിയേഴ്സ് പഠിപ്പിക്കുന്നത്. ദർ ആർ മെനി ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. എ ബാരിയർ ഈസ് ഡിഫൈൻഡ് ആസ് സംതിങ് ദാറ്റ് പ്രിവെൻറ്റ്സ് ഓർ കൺട്രോൾസ് പ്രോഗ്രസ് ഓർ മൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ് ബാരിയർ എന്ന് പറയുന്നത്, എന്തോ ഒന്ന് നമ്മളുടെ സംതിങ് ദാറ്റ് പ്രിവെൻറ്റ്സ് ഓർ കൺട്രോൾസ് പ്രോഗ്രസ് ഓർ മൂവ്മെൻറ്റ്. ഈ പ്രോഗ്രസ്സിനെ അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ തടയുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന എന്തോന്നാണ് ബാരിയർ. ഈ ഡെഫിനിഷൻ പറയുന്നത്, ബാരിയർ ഈസ് സംതിങ് ദാറ്റ് കംസ് ഇൻ ദ വേ ഓഫ് ഡിസൈഡ് ഔട്ട്കം. ബാരിയർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഔട്ട്കം, ഡിസൈഡ് ഔട്ട്കമ്മിൻ്റെ ഇടയിൽ വരുന്ന ഒരു സംഭവമാണ് ബാരിയർ. ദർ ആർ ന്യൂമറസ് ബാരിയേഴ്സ്. സം ബാരിയേഴ്സ് ആർ എക്സ്പ്ലെയിൻഡ് ബിലോ. കുറേ തരം ബാരിയർ ഉണ്ട്. ഫിസിക്കൽ ആർ എൻവിയോൺമെൻറ്റൽ ബാരിയർ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ ഇവിടെ ഭയങ്കര ശബ്ദബഹളമൊക്കെ ആണെങ്കിൽ അതൊരു ഫിസിക്കൽ അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റൽ ബാരിയറാണ്. പിന്നെ ബാരിയർ കോസ്ഡ് ബൈ റോങ് ചോയ്സ് ഓഫ് മീഡിയം.
ഈ മീഡിയം ഇപ്പോൾ ചിലപ്പോൾ എഴുത്താവാം, അല്ലെങ്കിൽ അപ്പോൾ സംസാരമാവാം, ഓറലാവാം. ഈ മീഡിയത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് റോങ് ചോയ്സ്, ഇപ്പോൾ ഒരു കാര്യം ചിലപ്പോൾ എഴുതിയാൽ അത്ര നന്നായിട്ട് ഫലിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ എടുത്ത റോങ് ചോയ്സ് ഓഫ് മീഡിയം അതായിരിക്കാം. പിന്നെ സെമാൻറ്റിക് ബാരിയേഴ്സ് ഉണ്ട്. സെമാൻറ്റിക് ബാരിയേഴ്സ് പിന്നെ വാരീഡ് കൊണോട്ടേറ്റീവ് മീനിങ്, അതായത് കൊണോട്ടേറ്റീവ് മീനിങ്ങിന് തന്നെ പല അർത്ഥങ്ങൾ കാണുന്നുണ്ട്. അതാണ് സെമാൻറ്റിക് ബാരിയേഴ്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വേർഡ് എടുത്താൽ ആ വേർഡിന് കൊണോട്ടേഷൻ പലതായിരിക്കാം, അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ് പല അതുണ്ടായിരിക്കാം. അതിനെയാണ് കൊണോട്ടേറ്റീവ് ബാരിയർ എന്ന് പറയുന്നത്. പിന്നെ കൾച്ചറൽ ബാരിയർ, അതാണ് ഡിവേഴ്സിറ്റി ഓഫ് കൾച്ചേഴ്സ്. അവിടെ ഡിവേഴ്സിറ്റി ഓഫ് കൾച്ചറാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൾച്ചറലായിട്ട് ചിലപ്പോൾ ബാരിയർ ഉണ്ടാകും. നമ്മളെ കൾച്ചറല്ല വേറൊരാളുടെ കൾച്ചർ. ഇപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷ് നോവൽ വായിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ കൾച്ചറെല്ലാം മനസ്സിലാക്കാനും അപ്പോൾ അതൊരു ബാരിയറാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു കൾച്ചറൽ ബാരിയർ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മലയാളം നോവലിൻ്റെ ഒരു ഇത് അമേരിക്കയിൽ പോയി എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് കൾച്ചറൽ ബാരിയർ ഉണ്ടാവും. പിന്നെ സൈക്കോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മൂഡ്, ആറ്റിറ്റ്യൂഡ്, റിലേഷൻഷിപ്പ്, ഇതെല്ലാമാണ് സൈക്കോളജിക്കൽ ബാരിയർ. ബാരിയേഴ്സ് കോസ്ഡ് ബൈ വാരിയിങ്, അത് മനസ്സിലാവുന്നില്ല, വാരിയിങ് പ്രോബ്ലംസ് ഓഫ് റിയാലിറ്റി എന്താണെന്ന് തോന്നുന്നു. കോസ്ഡ് ബൈ ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോംപ്രിഹെൻഷൻ. ഇപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബാരിയർ ഫിസിക്കൽ ഓർ എൻവയോൺമെൻറ്റൽ ബാരിയർ. ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻസ്, ഫിസിക്കൽ തിങ്സ് ദാറ്റ് ഗെറ്റ് അപ്പ് ഇൻ ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫിസിക്കൽ ബാരിയർ. ചിലപ്പോൾ ടെലിഫോണ്, പിക്കപ്പ് ട്രക്ക് ഡോർ, ഡെസ്ക്, അൺകംഫോർട്ടബിൾ മീറ്റിംഗ് പ്ലേസ് ആൻഡ് നോയ്സ്. ചിലപ്പോൾ ടെലിഫോൺ ആവും, ടെലിഫോണിൻ്റെ ശബ്ദം, പിക്കപ്പ് ട്രക്ക് ഡോറ്, ഡെസ്ക്, അൺകംഫോർട്ടബിൾ മീറ്റിംഗ് പ്ലേസ്, എല്ലാം ഫിസിക്കലായിട്ടുണ്ടാകുന്ന എല്ലാ ബാരിയേഴ്സിനെയാണ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുക. ദിസ് ഫിസിക്കൽ അപ്പോൾ ഫേംസിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഫോൺ റിങ് ചെയ്യുകയാണെങ്കിൽ ടെൻഡൻസി ഈസ് ടു ആൻസർ ഇറ്റ് ഈവൺ ഇഫ് ദ കോളർ ഈസ് ഇൻറ്ററപ്റ്റിംഗ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഓർ ഈവൻ ഡെലിക്കേറ്റ് കോൺവെർസേഷൻ. ഇപ്പം നമുക്കൊരു ഫോൺ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് വലിയ മീറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയ കോൺവെർസേഷനിലായാലും നമ്മൾ എന്ത് ചെയ്യും, ഈ കോള് എടുക്കും. അതാണ് നമ്മളെ ടെൻഡൻസി to answer it even if the caller is interrupting a very important information or even delicate conversation. Uncomfortable meeting place ആണെങ്കിലും അവിടെ എന്തുണ്ടാവും, ഒരു ഒന്നുകിൽ ടു ഹോട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ടു കോൾഡ് ആയിരിക്കാം. Another example is a meeting room with uncomfortable chairs so that it can cause people to want to stand even it means cutting short the discussion. നോയ്സ് ഈസ് ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു നോയ്സ് ഒരു ഫിസിക്കൽ ഡിസ്ട്രാക്ഷനാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഹാർഡ് ടു കോൺസെൻട്രേറ്റ് ആൻ കോൺവെർസേഷൻ ഇഫ് ഹിയറിംഗ് ഈസ് ഡിഫിക്കൽട്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള കൾച്ചറൽ ബാരിയേഴ്സാണ്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ, അത് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ട് ആകും. അപ്പോൾ ഡിഫറെൻറ്റ് കൾച്ചർ തിങ്സ്